ബിജോയ് ചന്ദ്രൻ 1995 മുതൽ ആനുകാലികങ്ങളിൽ കവിതകൾ എഴുതാറുണ്ട്. കാവൽ, വിലാസമില്ലാത്ത ഒരു കത്ത്, പോസ്റ്റ്മാൻ വരാത്ത ദിവസങ്ങൾ, നിലപ്പന, തുമ്പിപിടുത്തം എന്നീ കവിതാ സമാഹാരങ്ങളും പകൽ നടക്കാനിറങ്ങുന്ന ഇരുട്ട് എന്ന ഓർമ്മ പുസ്തകവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തോർച്ച എന്ന സമാന്തര മാസികയുടെ പത്രാധിപരായും പ്രവർത്തിക്കുന്നു. ഇപ്പോഴില്ലാത്ത ഇടങ്ങളും നനവുകളും മണങ്ങളും രുചികളും അനുഭവങ്ങളും കൊണ്ട് നിറഞ്ഞ വാക്കുകൾ പുതിയ അർത്ഥങ്ങൾ നൽകുന്ന കവിതയാണ് ബിജോയ് ചന്ദ്രൻ്റേത്. സവിശേഷമായ ദേശകാലങ്ങളിലും ഓർമ്മകളിലും കുരുങ്ങിപ്പോയ ഒരാൾ നിന്ന നിൽപ്പിൽ നടത്തുന്ന ജീവിത സഞ്ചാരങ്ങളാണ് ആ കവിതകൾ. തിരക്കിട്ട പാച്ചിലുകൾക്കിടയിൽ നമ്മുടെ കണ്ണിൽ പെടാതെ പോകുന്ന കാഴ്ചകളും അനുഭവങ്ങളും ഗന്ധങ്ങളും കേൾവികളുമെല്ലാം ആ കവിതകൾ കാട്ടിത്തരുന്നുണ്ട്. ബിജോയ് ചന്ദ്രൻ്റെ കവിതകളിൽ പുഴയുടെ വലിയൊരു സാന്നിധ്യമുണ്ട്. പുഴമീൻ, കടത്ത്, ചൂണ്ടക്കാരൻ, മണൽപ്പുഴ, ഇങ്ങനെ പല കവിതകളിലും പുഴ നിറയുന്നുണ്ട്. ബിജോയ് ചന്ദ്രൻ്റെ പുഴക്കവിതകളിൽ പെടുന്ന മറ്റൊരു കവിതയാണ് ലൂർ കാസ്റ്റിംഗ്. ലൂർ കാസ്റ്റിംഗ് എന്ന കവിത ആരംഭിക്കുന്നത് മീൻ പിടിക്കാൻ ഞാൻ പുഴയിൽ ചെന്നപ്പോൾ പുഴ അവിടെ പതുക്കെ ഒറ്റപ്പെടുന്നു എന്ന തിരിച്ചറിവിലൂടെയാണ്. പുഴ നോക്കുമ്പോൾ ഞാനും അടുത്തു വരും തോറും തനിച്ചാവുകയാണ് എന്നാണ് തുടർന്നുള്ള വരികൾ. ഈ ഒറ്റപ്പെടൽ, തനിച്ചാകലാണ് പുഴയെയും കവിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. എന്തുപറ്റി ഇത്ര തനിച്ചെന്ന പുഴ ചോദിക്കുമ്പോൾ അതാരാണ്, ഒറ്റയ്ക്കല്ലല്ലോ ഞാൻ എന്ന് പറഞ്ഞു തുടങ്ങുന്നു. ഇന്നലെ കൂടെ വന്ന കൂട്ടുകാരൻ്റെ ശ്വാസവും പിടച്ച കൂരൽ മീനിൻ്റെ കണ്ണുകളും വെയിലിൻ്റെ ഷർട്ടും തലക്കെട്ടിൻ്റെ തോർത്തുവട്ടവും തിരിച്ചുപോയ മഴയും തൻ്റെ കൂടെ ഉണ്ടെന്ന്, അതുകൊണ്ട് താൻ ഒറ്റയ്ക്കല്ലെന്ന് ഉത്തരം പറയുന്നു. ആകട്ടെ, ഇന്ന് നിനക്കെന്തു പറ്റി എന്ന് തിരികെ പുഴയോട് മറുചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് അയാൾ. പുഴ പറഞ്ഞു തുടങ്ങുന്നു, ഞാനും തനിച്ചല്ലോ, എന്നെ വട്ടം പിടിക്കുന്ന ഈ പൊന്ത, പതുപ്പിൽ മേയും പശു, പശുപ്പുറത്തെ കാക്ക, കൊക്ക്, വെള്ളം കുടിക്കാൻ വന്ന നാടൻ പട്ടി, തോണിത്തുമ്പയിലിരുന്ന് പാട്ട് ചൂളം കുത്തിയ ഒരാൾ, ചിറകിൽ ആകാശത്തെ ഇരുത്തി പറക്കും പരുന്ത്, വെള്ളത്തിൽ പല വഴി കുതിക്കും 1001 മീനുകൾ. ഇതൊക്കെയാണ് പുഴയുടെ കൂട്ടുകാർ. പുഴയും ഒറ്റയ്ക്കല്ല. അപ്പോൾ നമുക്കിടയിൽ ഒരു മിന്നായം പോലെ കാണപ്പെട്ട ആ ഏകാന്തത എവിടെ പോയി? സൂക്ഷ്മനോട്ടത്തിൽ ഇല്ലായ്മയിൽ പരസ്പരം ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്നവയുടെ നീണ്ട നിര പുറപ്പെടുകയായി. പരലുകൾ, തവള, പുൽച്ചാടി, മീൻ, മനുഷ്യർ, ചെമ്മീൻ കുത്ത്, ചെറുകാറ്റ്, പൊൻവെയിൽ, മഴച്ചാറൽ, പൊന്തക്കാട്, ചതുപ്പിൽ നിൽക്കും പശു, കൊമ്പുകൾ മാത്രം മേലെ കാണിക്കും പോത്തിൻ കൂട്ടം, പക്ഷികൾ, തോണിപ്പാട്ട്. ഇല്ലായ്മയിൽ ഉണ്ടെന്ന് തോന്നിപ്പിച്ചാണ് ജീവിതത്തിൽ നമ്മൾ പരസ്പരം എന്തൊക്കെയോ വാഗ്ദാനം ചെയ്യുന്നത് എന്ന തിരിച്ചറിവിൽ കവിത നിറയുന്നു. ഈ തോന്നിപ്പിക്കൽ കവിതയിൽ മൂർത്തമാകുന്നുണ്ട്. കവി ചൂണ്ടയിൽ റബ്ബർ തവളയുടെ പച്ച ലൂർ കാസ്റ്റ് ചെയ്ത് തന്നെ സ്ഥിരം കബളിപ്പിക്കാറുള്ള ആ വലിയ മീനിനു വേണ്ടി ഇല്ലാത്ത ഒരു തവള നീന്തൽ വെള്ളത്തിൽ ശ്രദ്ധയോടെ വരയ്ക്കാൻ തുടങ്ങുന്നതോടെയാണ് ചതിയാണതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എന്ന അവസാന വരി കവിതയ്ക്ക് ജീവിതത്തിൻ്റെ നിറം നൽകുന്നത്. വളരെ മനോഹരമായ ഈ കവിതയ്ക്ക് കവിക്ക് നന്ദി.